Hi, my name is Kiran R, Assistant Professor, Srinarayan Institute of Technology, Adur. Semester 6 Mechanical Engineering സ്റ്റുഡൻസിൻ്റെ അഡ്വാൻസ് മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സാണ് നമ്മൾ വീഡിയോ ലെക്ചേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മൊഡ്യൂൾ 4-ലെ ഇലക്ട്രോൺ ബീം മെഷീനിങ് എക്യുപ്മെൻറ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ലെക്ചേഴ്സിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇലക്ട്രോൺ ബീം മെഷീനിങ് എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ എന്തുവാണ് ഒരു ഇലക്ട്രോൺ ബീം മെഷീനിങ് എക്യുപ്മെൻറ്റ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നൊക്കെ കഴിഞ്ഞ ലെക്ചറിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇലക്ട്രോൺ ബീം മെഷീനിങ് എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ബീംസ് യൂസ് ചെയ്തിട്ട് മെഷീനിങ് ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നതാണ്. ഇലക്ട്രോൺ ബീംസ് ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ ഇലക്ട്രോൺ ബീം ഗണ്ണ് എന്ന് പറഞ്ഞു. ആ ഗണ്ണിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺ ബീംസിനെ ഹൈ വെലോസിറ്റിയിലോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു. ഹൈ വെലോസിറ്റിയിൽ ആക്സിലറേറ്റ് ചെയ്തേക്കുന്ന ഇലക്ട്രോൺ ബീംസിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ട് വർക്ക് മെറ്റീരിയലിനകത്തോട്ട് ഹിറ്റ് ചെയ്യുന്നു. ഹിറ്റ് ചെയ്യുന്ന റീജിയനകത്ത് ഇലക്ട്രോൺ ബീമിൻ്റെ കൈനറ്റിക് എനർജി തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്ന റീജിയനിനകത്ത് വർക്ക് മെറ്റീരിയൽ മെൽറ്റ് അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്തിട്ട് ആ റീജിയനകത്ത് മെറ്റീരിയൽ റിഡക്ഷൻ നടക്കുന്നു. അപ്പോൾ അതാണ് സിമ്പിളായിട്ട് ഇലക്ട്രോൺ ബീം മെഷീനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ ഒരു ഇലക്ട്രോൺ ബീം മെഷീനിങ് എക്യുപ്മെൻറ്റിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രമാണ് ഈ ലെക്ചറിനകത്ത് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ലെക്ചറിനകത്ത് ഈ സ്കീമാറ്റിക് ഡയഗ്രത്തിൻ്റെ പാർട്സ് ജസ്റ്റ് നെയിം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസും അതിൻ്റെ ആപ്ലിക്കേഷനുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു ഇലക്ട്രോൺ ബീം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ ബീം ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ബീം ഗണ്ണാണ് ഇലക്ട്രോൺ ബീമിനെ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോൺ ബീം ഗണ്ണിനകത്ത് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നത് കാഥോഡ് എന്ന് പറയുന്ന പാർട്ടാണ്. കാഥോഡാണ് ഇലക്ട്രോണിനെ ജനറേറ്റ് ചെയ്യുന്ന പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് കാഥോഡ് റേ ട്യൂബ് പോലെ ഉള്ള ഒരു CRT ആണ് കാഥോഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കാഥോഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ അല്ലെങ്കിൽ ടെൻഡാലമാണ് കാഥോഡ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കാഥോഡ് ഫിലമെൻറ്റിന് ടങ്സ്റ്റൺ അല്ലെങ്കിൽ ടെൻഡാലത്തിനെ 25,000 ഡിഗ്രി സെൽഷ്യസിനകത്തോട്ട് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഈ എലമെൻറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത്രയും ഹൈ ടെമ്പറേച്ചറിന് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴേക്ക് അവിടെ തെർമോ അയോണിക് എമിഷൻസ് നടക്കുന്നു, ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഇലക്ട്രോൺ ബീം മെഷീനിങ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത് വാക്വം എൻവയോൺമെൻറ്റിലാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. നോർമൽ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഇലക്ട്രോൺ ബീം മെഷീനിങ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യത്തില്ല. ഈ ജനറേറ്റ് ചെയ്തേക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജി ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് വാക്വം എൻവയോൺമെൻറ്റിലാണ് നമ്മളിത് ക്യാരി ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇലക്ട്രോൺ ബീം മെഷീനിങ് എക്യുപ്മെൻറ്റിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ പഠിച്ചത് ഒരു കാഥോഡ് എന്ന് പറയുന്ന പാർട്ടാണ്. ആ കാഥോഡ് എന്ന് പറയുന്നതിനകത്തോട്ട് ജസ്റ്റ് കാഥോഡ് നെഗറ്റീവ് ഇതാണ്. കാഥോഡിനകത്തോട്ട് നമ്മൾ ഒരു സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി മെറ്റീരിയൽ റിഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മളെ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി കാഥോഡ് ഫിലമെൻറ്റിനകത്താണ് കൊടുക്കുന്നത്. കാഥോഡ് ഫിലമെൻറ്റിൻ്റെ മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു ടങ്സ്റ്റൺ അല്ലെങ്കിൽ ടെൻഡാലമാണ് നമ്മൾ കാഥോഡ് ഫിലമെൻറ്റിൻ്റെ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ടങ്സ്റ്റൺ അല്ലെങ്കിൽ ടെൻഡാലമായിട്ടുള്ള കാഥോഡ് എലമെൻറ്റിനെ ഹീറ്റ് ചെയ്യുന്നു. 25,000 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ഹീറ്റ് ചെയ്യുമ്പോൾ ആണ് അവിടെ തെർമോ അയോണിക് എമിഷൻസ് നടക്കുന്നത്. അങ്ങനെയാണ് അവിടുന്ന് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഈ കാഥോഡ് ഞാൻ പറഞ്ഞു കാഥോഡാണ് നമുക്ക് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന പാർട്ടെന്ന് പറഞ്ഞു. ഈ കാഥോഡ് സാധാരണയായിട്ട് നമ്മളൊരു കാട്രിഡ്ജ് ഫോമിലാണ് ഇതിനകത്തോട്ട് ഇലക്ട്രോൺ ബീം ഗണ്ണിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കാട്രിഡ്ജ് അല്ലെങ്കിൽ ഒരു ബാറ്ററി പോലെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? കാട്രിഡ്ജ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ അതൊരു കാട്രിഡ്ജ് ഫോമിനകത്തോട്ട് യൂസ് ചെയ്യുന്നത്? സപ്പോസ് എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ പാർട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കാഥോഡ് സാധാരണയായിട്ട് കാട്രിഡ്ജ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ പാർട്ടിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേറൊരു കാഥോഡ് കാട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്തിട്ട് മെഷീനിങ് ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ കാഥോഡ് കാട്രിഡ്ജ് സാധാരണയായിട്ട് നെഗറ്റീവ്ലി ബയാസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. നെഗറ്റീവ്ലി ചാർജ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തേക്കുന്ന ഇലക്ട്രോൺസിനെ
പുറത്തോട്ട് റിപ്പൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നെഗറ്റീവ്ലി ബയാസ്ഡ് ചാർജ് കൊടുക്കുന്നത്. ഇതാണ് ആദ്യത്തെ പാർട്ടാണ് കാഥോഡ് കാറ്ററിഡ്ജ്. ഇലക്ട്രോൺസിനെ ജനറേറ്റ് ചെയ്യുന്ന റീജിയനാണ് അവിടെ. നെഗറ്റീവ്ലി ബയാസ്ഡ് ആണ്. ഇലക്ട്രോൺസ് പുറത്തോട്ട് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നെഗറ്റീവ്ലി ബയാസ്ഡ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് പാർട്ടാണ് ആനുലാർ ബയാസ് ഗ്രിഡ്. ആനുലാർ ബയാസ് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആനോഡാണ്, പോസിറ്റീവ് ടെർമിനലാണ്. അപ്പോൾ ആനോഡ് എന്ന് പറയുന്ന ആ ഒരു റീജിയൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്തേക്കുന്ന ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യുക. നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഹൈ വെലോസിറ്റിയിൽ ഇലക്ട്രോൺ ബീംസ് വർക്ക് മെറ്റീരിയലിനകത്ത് ഹിറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പം ആനോഡ് ചെയ്യുന്നത്, സെക്കൻഡ് പാർട്ട് ആനോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഥോഡിൽ നിന്ന് ജനറേറ്റ് ചെയ്തേക്കുന്ന ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ടായ ആനുലാർ ബയാസ് ഗ്രിഡ് ചെയ്യുന്നത്. ഇനി ഇത് ആക്സിലറേറ്റ് ചെയ്തേക്കുന്നതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് ഹാഫ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഹൈ വെലോസിറ്റിയിലാണ് ഈ മെറ്റീരിയൽ വർക്ക് മെറ്റീരിയലിനകത്തോട്ട് അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ ബീം വർക്ക് മെറ്റീരിയലിനകത്തോട്ട് ചെയ്യുന്നത്. ആനുലാർ ബയാസ് ഗ്രിഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കിപ്പം ഹൈ വെലോസിറ്റി ഇലക്ട്രോൺ ബീംസ് ജനറേറ്റ് ചെയ്തു. ആ ജനറേറ്റ് ചെയ്ത ബീംസിനെ ആക്സിലറേറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റേജിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഡിസൈർഡ് വർക്ക് മെറ്റീരിയലിൻ്റെ ലൊക്കേഷനിലോട്ട് ഫോക്കസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ ഈ സ്റ്റേജ് ക്യാരി ഔട്ട് ചെയ്യുന്നത് മാഗ്നറ്റിക് ലെൻസസും അപ്പർച്ചേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേജസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പം മാഗ്നറ്റിക് ലെൻസസ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ബീമിനെ ഡൈവേർജ് ചെയ്യാതെ കൺവേർജ് ചെയ്ത് വെക്കുന്ന ഡിവൈസുകളാണ് മാഗ്നറ്റിക് ലെൻസസ് എന്ന് പറഞ്ഞത്. ഈ ലെൻസസ് യൂസ് ചെയ്തിട്ട് ഈ ബീം ഡൈവേർജ് ചെയ്ത് പോകാതെ അതിനെ കൺവേർജ് ചെയ്ത് കറക്റ്റ് ആ പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്യിക്കുക എന്നുള്ളതാണ് മാഗ്നറ്റിക് ലെൻസസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പർച്ചേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർജ്ഡ് ഇലക്ട്രോൺസിനെ മാത്രമേ അപ്പർച്ചേഴ്സിനകത്തോട് കൂടി അകത്തോട്ട് കയറ്റി. അത് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ആണ്. അഥവാ ഡൈവേർജ് പോയേക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് അപ്പർച്ചേഴ്സിൻ്റെ വാൾസിനകത്ത് ഹിറ്റ് ചെയ്തിട്ട്, അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ആണ്, കറക്റ്റ് കൺവേർജ്ഡ് ആയിട്ടുള്ള ബീംസ് മാത്രം ആ അപ്പർച്ചറിനകത്തൂടെ കയറിപ്പോകുന്നു. ഡൈവേർജ് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീംസ് അപ്പർച്ചറിൻ്റെ വാൾസിനകത്ത് അല്ലെങ്കിൽ അതിന് പുറമെയുള്ള റീജിയനകത്ത് ഹിറ്റ് ചെയ്തിട്ട് ലോസായി പോകുന്നു. അങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ മൂന്നാമത്തെ റീജിയനായ മാഗ്നറ്റിക് ലെൻസസും അപ്പർച്ചറും ചെയ്യുന്നത് പ്രോപ്പർ കൺട്രോളിംഗ് ആണ്. മാഗ്നറ്റിക് ലെൻസസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീമിനെ കൺവേർജ് ചെയ്യുന്നു. അപ്പർച്ചർ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള കൺവേർജ് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീംസ് മാത്രം ഫിൽട്ടർ ചെയ്ത് അകത്തോട്ട് പോകുന്നു. ബാക്കിയുള്ളത് എക്സ്പെൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കറക്റ്റ് വർക്ക് മെറ്റീരിയലിനെ ഹിറ്റ് ചെയ്യാതെ അതിനെ എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സെക്ഷനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസും ഡിഫ്ലക്ടർ കോയിൽസും. ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസും ഡിഫ്ലക്ഷൻ കോയിലുമാണ് നമ്മുടെ ഡിസൈഡ് സ്പോട്ടിലോട്ട് കറക്റ്റായിട്ട് ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. കറക്റ്റ് കൺട്രോൾ നടക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസും ഡിഫ്ലക്ഷൻ കോയിലിനകത്തുമാണ് ഈ കറക്റ്റ് കൺട്രോൾ നടക്കുന്നത്. ഇനി ഇത് വർക്ക് മെറ്റീരിയലിന് മുമ്പ് ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യും. സ്ലോട്ടഡ് ആയിട്ടുള്ള റൊട്ടേറ്റിംഗ് ഡിസ്ക് പ്രൊവൈഡ് ചെയ്യും. സ്ലോട്ടഡ് ആയിട്ടുള്ള റൊട്ടേറ്റിംഗ് ഡിസ്ക് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോൺ ബീംസ് വർക്ക് മെറ്റീരിയലിനകത്തോട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേപ്പറൈസേഷൻ നടക്കും. ആ വേപ്പറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഫ്യൂംസും വേപ്പേഴ്സും ഒക്കെ ജനറേറ്റ് ആവും. ഈ ജനറേറ്റ് ചെയ്തേക്കുന്ന ഫ്യൂംസും വേപ്പേഴ്സും തിരിച്ച് ഈ ഇലക്ട്രോൺ ബീം ഗണ്ണിനകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്ലോട്ടഡ് ആയിട്ടുള്ള റൊട്ടേറ്റിംഗ് ഡിസ്ക് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ലോട്ടിലൂടെ ആയിരിക്കും ഇലക്ട്രോൺസ് ബീംസ് അകത്തോട്ട് ഹിറ്റ് ചെയ്യുന്നത്. ജനറേറ്റ് ചെയ്തേക്കുന്ന ഫ്യൂംസ് ആ അല്ലാത്ത ഭാഗത്ത് തട്ടി പുറത്തോട്ട് അല്ലെങ്കിൽ മുകളിലത്തെ ഇലക്ട്രോൺ ബീം ഗണ്ണിനകത്തോട്ട് പോകാതെ പുറത്തോട്ട് ഇജക്റ്റ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മോഷനെ കൺട്രോൾ ചെയ്യണം. പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്താൽ മാത്രമേ ഈ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ആ മോഷനെ സിങ്ക്രണൈസ് ചെയ്യുക എന്നുള്ള ഒരു ചലഞ്ചും കൂടി നമുക്കുണ്ട്. ഇനി ഒരു ഇലക്ട്രോൺ ബീം മെഷീനിങ് പ്രോസസ്സിൻ്റെ ഫങ്ഷനെ അല്ലെങ്കിൽ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ പാരാമീറ്റർ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ആണ്. രണ്ടാമത്
ബീം കറണ്ട്, ഇപ്പം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, നമ്മൾ കൊടുക്കുന്ന കറണ്ട്, അത് രണ്ടിനെയും നമ്മുടെ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടറാണ്. മൂന്നാമത്തത് പൾസ് ഡ്യൂറേഷൻ, എനർജി 4 എനർജി പെർ പൾസ്, 5 പവർ പെർ പൾസ്, 6 നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് കറണ്ട്, 7 സ്പോട്ട് സൈസ്, 8 പവർ ഡെൻസിറ്റി. അപ്പം ഈ ഫാക്ടേഴ്സാണ് ഒരു ഇലക്ട്രോൺ ബീം മെഷീനിങ് പ്രോസസ്സിൻ്റെ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പം ഇത്രയാണ് ഒരു ഇലക്ട്രോൺ ബീം മെഷീനിങ് പ്രോസസ്സിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ഫാക്ടേഴ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഈ ഇലക്ട്രോൺ ബീം മെഷീനിങ് പ്രോസസ്സിൻ്റെ ഒരു 5 ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കാണിച്ചുകൊണ്ട് ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക.